ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ്, അകലങ്ങളും ഉയരങ്ങളും. ട്രിഗ്നോമെട്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഹൈറ്റ് കണ്ടുപിടിക്കാനും നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനു മുമ്പ് രണ്ട് തരത്തിലുള്ള ആംഗിൾസ് അല്ലെങ്കിൽ കോണുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോൺ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോൺ. ആദ്യമായിട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ, അതായത് നേരെയുള്ള നോട്ടം എപ്പോഴും ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കും. ഓക്കെ, ഇത് ആണ് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വ്യൂ. നമ്മൾ നേരെ നോക്കുമ്പോൾ ആ ഒരു ലൈൻ ഓഫ് വിഷൻ വിൽ ബി പാരലൽ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കും. To see things taller than us, we have to lift our heads. നമ്മേക്കാൾ ഉയരത്തിലുള്ളവ കാണാൻ നമുക്ക് തല അല്പം ഉയർത്തണം. സോ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് വ്യൂ. മുകളിലുള്ള ഒരു സാധനം നോക്കാൻ നമ്മുടെ വ്യൂ, നമ്മുടെ തല നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു. സോ നമ്മുടെ വ്യൂ ഒരു റേസ്ഡ് വ്യൂ ആയിരിക്കും. ഇത് നമ്മുടെ കണ്ണ്, നേരെയുള്ള നോട്ടം ഇത് സ്ട്രെയിറ്റ് വ്യൂ. മുകളിലേക്ക് ഉയർത്തിയ നോട്ടം, അതിന് നമുക്ക് റേസ്ഡ് വ്യൂ എന്ന് പറയും. ക്ലിയർ ആയോ? ഇത് നമ്മുടെ ഐ, ഇത് സ്ട്രെയിറ്റ് വ്യൂ. മുകളിലേക്ക് നോക്കുമ്പോൾ ദാറ്റ് വ്യൂ ഈസ് കോൾഡ് റേസ്ഡ് വ്യൂ. അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള വ്യൂസും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ എന്ന് പറയുന്നത്. സോ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ. നേരെയുള്ള നോട്ടവും ഉയർത്തിയ നോട്ടവും തമ്മിലുള്ള കോണിനെയാണ് നമ്മൾ മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ, നമുക്കറിയാം, നമ്മുടെ സ്ട്രെയിറ്റ് വ്യൂ ഗ്രൗണ്ടിന് പാരലൽ ആണ്. ദിസ് ഈസ് അവർ സ്ട്രെയിറ്റ് വ്യൂ. നമ്മൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളവ കാണാൻ നമ്മുടെ നോട്ടം താഴ്ത്തേണ്ടി വരും. When we stand at a high place, we have to lower, that means depress our sight to see things below. നമ്മൾ മുകളിൽ നിൽക്കുന്നു, താഴെയുള്ള ഒരു സാധനം കാണുന്നതിനായിട്ട് നമ്മുടെ നോട്ടം, നമ്മുടെ തല താഴേക്ക് ചരിക്കേണ്ടി വരും. സോ താഴേക്കുള്ള നോട്ടമാണ് ഇത് സ്ട്രെയിറ്റ് വ്യൂ. താഴെ ഒരു സാധനം കാണുമ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ലോവേർഡ് വ്യൂ ആയിരിക്കും. സോ ഇവിടെയും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് വ്യൂവും ലോവേർഡ് വ്യൂവും തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ആംഗിൾസും മെഷർ ചെയ്യാൻ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്യുന്നുണ്ട്. The angle between the line of straight view and the line of raised view is called angle of elevation, and the angle between the line of straight view and the lowered view is called angle of depression. ഈ രണ്ട് ആംഗിൾസും മെഷർ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈറ്റും ഡിസ്റ്റൻസും ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ്. ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ക്ലൈനോമീറ്റർ. നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മോഡലാണ് ക്ലൈനോമീറ്റർ. ടെക്സ്റ്റ് ബുക്കിൽ ആ മോഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പേജ് നമ്പർ 119 ക്ലൈനോമീറ്ററിനെ കുറിച്ചുള്ള ബോക്സ് വായിച്ചു നോക്കുക. സോ ക്ലൈനോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ആണ് ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ ഒരു ഭാഗത്ത് നിന്ന് 100% ഉറപ്പായിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം.
ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ പ്രോബ്ലവും 1-2 പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏകദേശം ഒരു 10 പ്രോബ്ലംസ് ഉണ്ട്. ആ 10 പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ മാത്രമല്ല, എത്ര തവണയാണോ നിങ്ങൾക്കത് ചെയ്യേണ്ടത് അത്രയും തവണ ചെയ്ത് പഠിക്കുക. സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ആണിത്. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 119. A man standing 10 meters away from the foot of a tree sees its top at an elevation of 40 degrees. His height is 1.7 meter. What is the height of the tree? ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ മരത്തിന്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അയാളുടെ ഉയരം 1.7 മീറ്റർ ആണ്. മരത്തിന് എന്ത് പൊക്കമുണ്ട്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഒരു ഫിഗറിലേക്ക് മാറ്റി വരയ്ക്കണം. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ മാൻ സ്റ്റാൻഡിങ് 10 meters away from the foot of a tree. ഒരു മരമുണ്ട്, ഒരു ട്രീ ഉണ്ട്. സോ ട്രീനെ കാണിക്കാനായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഇതിന് ട്രീ എന്നുള്ളതിന് TR എന്ന് നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ താഴെ എഴുതിക്കോളാം, TR എന്ന് പറയുന്നത് ട്രീ ആണ്. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ട്രീ. അത് നമുക്ക് എത്രയാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മളോട് കാണാൻ പറഞ്ഞത് വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. TRന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. എ മാൻ സ്റ്റാൻഡിങ് 10 meters away ഫ്രം ദ ഫുട്ട് ഓഫ് എ ട്രീ. ഇപ്പൊ TRൽ ആണ് ഫുട്ട് ഓഫ് ദ ട്രീ. ഇവിടെ നിന്ന് 10 meters ദൂരത്തിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. സോ ഇവിടെ നിന്ന് 10 മീറ്റർ റഫ് ഫിഗർ വരച്ചാൽ മതി. ഇത് 10 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരാള് നിൽക്കുന്നു. അയാളുടെ ഉയരം തന്നിട്ടുണ്ടോ നോക്കാം. ഉയരം തന്നിട്ടില്ല എങ്കിൽ അത് വരയ്ക്കരുത്. ഇവിടെ തന്നിട്ടുണ്ട്. that person sees the top of a tree at an elevation of 40 degree. ഒരു മനുഷ്യൻ, അയാള് ഈ ട്രീയുടെ ടോപ്പ് 40 ഡിഗ്രി എലിവേഷനിൽ കാണുന്നു. ദ ഹൈറ്റ് ഓഫ് ദ മാൻ ഇസ് 1.7 മീറ്റർ. അപ്പൊ ആ ഒരു മനുഷ്യന്റെ പൊക്കം ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത് വരയ്ക്കുന്നു. ദിസ് ഇസ് ദ മാൻ. ഓക്കെ, സോ നമുക്ക് MN എന്ന് കൊടുക്കാം. MN ഈസ് മാൻ, ഹൈറ്റ് ഓഫ് മാൻ. ഓക്കെ, മാനിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.7 മീറ്റർ. അപ്പൊ അതും ഒപ്പം തന്നെ മാർക്ക് ചെയ്യുക, 1.7 മീറ്റർ. ഇതാണ് MN എന്ന് പറയുന്നതാണ് മാൻ. ഓക്കെ, മാൻ ഈ ട്രീയുടെ ടോപ്പ് 40 ഡിഗ്രി എലിവേഷനിൽ കാണുന്നു. സോ MN എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്ട്രെയിറ്റ്, അയാളുടെ കണ്ണിവിടെ ആയിരിക്കും. ഓക്കെ, അയാളുടെ സ്ട്രെയിറ്റ് വ്യൂ നേരെ വരയ്ക്കുക. ദിസ് ഇസ് ദ സ്ട്രെയിറ്റ് വ്യൂ ഓഫ് ദ മാൻ ആൻഡ് ഹി സീസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 degree. So angle between the straight view and the raised view is the angle of elevation that is given as 40 degree. മനസ്സിലാവുന്നുണ്ടോ? What is the height of the tree? നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ നോക്കുക, നമ്മൾ സ്ട്രെയിറ്റ് വ്യൂ വരച്ചപ്പോൾ ആ ട്രീയുമായിട്ടൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റിന് ഒരു പേര് കൊടുക്കാം, P. നമുക്ക് കാണേണ്ടത് TR എത്രയാണെന്നാണ്. സോ ഈ പോയിന്റ് വരച്ചപ്പോൾ TRന്റെ 2 പാർട്ടാക്കി, TPയും PR. PRന്റെ ലെങ്ത് MNന്റെ ലെങ്ത്തിന് സെയിം ആണ്. സോ MN 1.7 ആയതുകൊണ്ട് PRും എന്ത് തന്നെയാണ്, 1.7 ആണ്. ഓക്കെ, ഇനി MP എന്ന് പറയുന്നത് NRന് ഈക്വൽ ആണ്. സോ NR 10 മീറ്റർ ആണെങ്കിൽ MP എന്തായിരിക്കും,
10 മീറ്റർ തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ഫിഗറിനകത്തുള്ള റൈറ്റ് ട്രയാങ്കിൾ ഏതാണെന്നാണ്, മട്ട ത്രികോണം ഏതാണെന്നാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ കാണുന്ന റൈറ്റ് ട്രയാങ്കിൾ TPM ആണ്. ഈ TPM ഉപയോഗിച്ച് നമുക്ക് TPയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ TPയുടെ വാല്യൂവും PRന്റെ വാല്യൂവും കൂടെ കൂട്ടിയാൽ നമുക്ക് TRന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആയല്ലോ? സോ നമുക്കിവിടെ കൺസിഡർ ട്രയാങ്കിൾ TPM 90 ഡിഗ്രി വരുന്നത് നടുവിൽ എഴുതാം. ട്രയാങ്കിൾ TPM. അപ്പൊ ഇവിടെ നോക്കാം, അവിടെ നമുക്ക് അറിയുന്ന അക്യൂട്ട് ആംഗിൾ, ആ ട്രയാങ്കിളിൽ നമുക്ക് അറിയുന്ന അക്യൂട്ട് ആംഗിൾ 40 ഡിഗ്രിയാണ്. നമുക്ക് കാണേണ്ടത് TP ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ, അതായത് ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലംസിൽ അധികവും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ ആണ്. ഒരിക്കലും ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള, ചെരിവ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. കാണാൻ ചോദിക്കുന്നത് എപ്പോഴും ഹൈറ്റും ഡിസ്റ്റൻസും ആയിരിക്കും. സോ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻ ആയിരിക്കും. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ 40 ഡിഗ്രി is equal to opposite by adjacent. That's equal to what is opposite? TP by adjacent എത്രയാണ്? 10. ഓക്കെ, ഇനി ടാൻ 40 എത്രയാണ് നമുക്ക് ടേബിളിൽ നോക്കി എഴുതാം. ടാൻ 40യുടെ വാല്യൂ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, 0.8391 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു TP by 10. സോ TPയുടെ വാല്യൂ കാണാൻ 10 ഇവിടെ ഡിവൈഡ് ചെയ്ത 10 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ 10നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 10 into 0.8391 is equal to TP. ഒരു ഡെസിമൽ നമ്പറിനെ 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് ആണോ ആ നമ്പറിനുള്ളത് അത്രയും പ്ലേസ് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക എന്നാണ്. ഇവിടെ 10 ആണ് നമ്പർ, അതിന് ഒരു സീറോ ആണുള്ളത്. സോ ഈ പോയിന്റ് ഒരു പ്ലേസ് റൈറ്റിലോട്ടേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ 0.8391 എന്താവും? 8.391 ആവും. Therefore TP is equal to 8.391. ഓക്കെ, ഇതെല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ഈ യൂണിറ്റും എന്തായിരിക്കും? മീറ്ററിലായിരിക്കും. സോ TPയുടെ ലെങ്ത് നമുക്ക് കിട്ടി 8.391. അപ്പൊ നമുക്ക് TR കണ്ടുപിടിക്കാൻ പറ്റും. Therefore TR is equal to TP plus PR. TP 8.391 ആണ്. PR നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 1.7. സോ ഇത് രണ്ടും ആഡ് ചെയ്യാം. സോ 8.391 പ്ലസ് 1.7, പോയിന്റ് ഒരേ ലൈനിൽ വേണം. 1.7 ആഡ് ചെയ്യാം. 1 9 3 plus 7 10, ബാക്കി 1, പോയിന്റ് അതേ ലൈനിൽ താഴെ എഴുതാം. 1 plus 8 9 plus 1 10. സോ നമുക്ക് 10.091 എന്ന് കിട്ടും. 10.091 ആൻസർ എഴുതുമ്പോൾ 2 ഡെസിമൽ പ്ലേസിൽ എഴുതുന്നതാണ് വൃത്തി. സോ ഇതിനെ 2 ഡെസിമൽ പ്ലേസിൽ എഴുതുമ്പോൾ 10.0 രണ്ടാമത്തെ ഡെസിമൽ നമ്പർ 9 ആണ്. അതിന്റെ തൊട്ടടുത്ത നമ്പർ 1 ആണ്. അത് 5നേക്കാളും കുറവായതുകൊണ്ട് അതിനെ ഒഴിവാക്കാം. സോ 9ൽ നമുക്ക് നിർത്താം. 10.09 മീറ്റർ. സോ കൺക്ലൂഷൻ ആയിട്ട് എഴുതാം. Therefore height of the tree is 10.09 meters. Next problem, textbook exercise question number 1, page number 122. When the sun is at an elevation of 40 degree, the length of the shadow of a tree is 18 meters. What is the height of the tree? സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിന്റെ നിഴലിന്റെ നീളം 18 മീറ്റർ ആണ്. മരത്തിന്റെ ഉയരം എത്രയാണ്? സോ ഇവിടെ നമുക്ക് ഒരു ട്രീ ഉണ്ട്. സോ നമുക്ക് ആദ്യം ട്രീ വരയ്ക്കാം. ഇതാണ് ട്രീ. അതിന് നമുക്ക് TR എന്ന് പേര് കൊടുക്കാം. ഒപ്പം തന്നെ എഴുതി വെച്ചോളാം, TR എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ട്രീ ആണ്.
തന്നിട്ടില്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇനി തന്നത് when the sun is at an elevation of 40 degree, ഒരു മനുഷ്യൻ കാണുന്നു, സണ്ണിനെ നോക്കുന്നു എന്നൊന്നും പറയുന്നില്ല. when the sun is at an elevation of 40 degree എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന്, ഒരു കുത്തിട്ടാ മതി, ഗ്രൗണ്ടിൽ നിന്ന് സണ്ണിനെ നോക്കുമ്പോൾ, ഇപ്പൊ ചെരിഞ്ഞു നോക്കുമ്പോൾ ട്രീ ഉണ്ട്. സോ സണ്ണിന്റെ പൊസിഷനും ട്രീയുടെ ടോപ്പ് പൊസിഷൻ തന്നെ ആയിരിക്കും. സോ ട്രീന്റെ ടോപ്പിലേക്കാണ് വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം സണ്ണ് കാണുന്ന ട്രീയുടെ മുകളിലായിരിക്കും, അതായത് ട്രീന്റെ ടോപ്പിലായിരിക്കും. സോ ഇവിടെ നിന്ന് വരച്ചാൽ മതി, കാരണം ഒരു മനുഷ്യനൊന്നും തന്നിട്ടില്ല. സോ അയാളുടെ ഹൈറ്റും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ടിൽ നിന്ന് സണ്ണിനെ നോക്കുമ്പോൾ അത് ട്രീയുടെ തൊട്ട് മുകളിലായിരിക്കും, അതായത് ട്രീന്റെ ടോപ്പും സണ്ണും ഒരേ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. സോ ഇവിടുന്ന് നോക്കുന്നു, ഇവിടുത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ, ദാറ്റ് ഇസ് പാരലൽ ടു ഗ്രൗണ്ട് ആണ്. അത് എത്ര ഡിഗ്രി ആണെന്നാണ് തന്നിരിക്കുന്നത്? 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ദ ലെങ്ത് ഓഫ് ദ ഷാഡോ, TR ആണ് ട്രീ, ദ ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് എ ട്രീ, ഈ ട്രീന്റെ നിഴല് 18 മീറ്റർ. സോ നിഴൽ എവിടെയാ കാണുക? നമ്മള് ഗ്രൗണ്ടിലാണ് നിഴല് കാണുക. സോ ഈ ലെങ്ത് ആണ് എത്രയാന്ന് തന്നിരിക്കുന്നത്? 18 മീറ്റർ. സോ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം, P എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ? ഇത് കണ്ടുപിടിക്കാം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ഇവിടെ PR എന്ന് കൊടുക്കാം. PR ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് എ ട്രീ. എക്സാമിന് ഈ സ്റ്റെപ്സ് ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. ശരിയായ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ ലെങ്ത് ഓഫ് എ ഷാഡോ ഓഫ് എ ട്രീ 18 മീറ്റർ. നമ്മളത് മാർക്ക് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ പണി എളുപ്പമാണ്. നമുക്ക് കാണേണ്ടത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. സോ tan 40 degree is equal to opposite by adjacent. So ഇത് എഴുതാം in triangle PT or PRT. tan 40 degree opposite by adjacent, that's equal to opposite TR ആണ്. adjacent നമുക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ട് 18. So tan 40 degree is equal to TR by 18. tan 40 ഡിഗ്രിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും 0.8391. ദാറ്റ് ഇസ് ഈക്വൽ ടു TR by 18. അങ്ങനെയാണെങ്കിൽ TR കാണാൻ ഈസിയാണ്. 18 ഇവിടെ ഡിവൈഡ് ചെയ്ത് 18 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 18 into 0.8391 is equal to TR. 18നെ 0.8391 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8391 എന്നുള്ളതിന് 8391 എന്ന് എടുക്കാം. കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ 2 ഡെസിമൽ പ്ലേസ് എടുത്ത് ചെയ്താൽ മതി. ഇൻറ്റു 18 ചെയ്യാം. 1 into 8 8, 9 into 8 72, 7 ബാക്കി, 3 into 8 24, 24 plus 7 31, 3 ബാക്കി, 8 into 8 64, 64 plus 3 67. ഇനി 1 കൊണ്ട് 1നെയും 9നെയും 3നെയും 8നെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 9 3 8. സാധാരണ അഡീഷൻ 8, 2 plus 1 3, 1 plus 9 10, ബാക്കി 1, 7 plus 1 8 plus 3 11, ബാക്കി 1, 6 plus 1 7 plus 8 15. ഇത്രയാണ് കിട്ടുക. 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 1 2 3 4. 4 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടാം. സോ നമുക്ക് TR എന്ന് പറയുന്നത് 15.1038 എന്ന് വരും. 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 15.10 എന്നാണ്. സോ അത് എഴുതണ്ട, നമുക്ക് 1 എന്ന് മാത്രം എഴുതാം. 15.1 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സോ therefore height of tree is 15.1 meter. Textbook exercise question number 2, page number 122.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. When the sun is at an elevation of 35 degree, the shadow of a tree is 10 meters. What would be the length of the shadow of the same tree when the sun is at an elevation of 25 degree? സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിന്റെ നിഴലിന്റെ നീളം 10 മീറ്റർ ആണ്. സൂര്യൻ 25 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ അതേ മരത്തിന്റെ നിഴലിന്റെ നീളം എത്രയായിരിക്കും? സോ നമുക്കൊരു ട്രീ ഉണ്ട്. TR എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് ട്രീ. So when the sun is at an elevation of 35 degree, ഒരു മനുഷ്യൻ സണ്ണിനെ നോക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഗ്രൗണ്ടില് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് സണ്ണിനെ നോക്കുമ്പോൾ, സോ ഇവിടെ നോക്കുമ്പോൾ സണ്ണ് ട്രീയുടെ ടോപ്പിലായിരിക്കും കാണാം. സോ അവിടെ നിന്ന് നോക്കുമ്പോൾ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി. ആ സമയത്ത് ട്രീന്റെ ഷാഡോയുടെ ലെങ്ത് എത്രയായിരിക്കും എന്നാ പറയുന്നത്? 10 മീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇത് 35 ഡിഗ്രി എലിവേഷൻ. ഇനി വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് ദ സെയിം ട്രീ വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി? അപ്പൊ 25 ഡിഗ്രി എലിവേഷൻ ആവുമ്പോൾ ഷാഡോന്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 25 ഡിഗ്രി എലിവേഷൻ ആവുമ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണോ മാറേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്കാണോ മാറേണ്ടത്? 25 ഡിഗ്രിയാണ്, അതായത് എലിവേഷൻ കുറഞ്ഞു. അപ്പൊ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് നീളണം. ഇങ്ങോട്ട് പോകുമ്പോൾ 35നേക്കാളും കൂടിയാ വരിക. ഓക്കെ, ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് 90 ആവും. സോ കുറയണമെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് കുറച്ച് മാറിയിട്ട് വേണം നോക്കാൻ. സപ്പോസ് ഈ പൊസിഷനിൽ നിന്നാണ് 25 ഡിഗ്രി എലിവേഷനിൽ സണ്ണിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഷാഡോയുടെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. സോ ഷാഡോയുടെ ലെങ്ത് R മുതൽ ഇവിടം വരെയായിരിക്കും when the elevation is 25 degree. ഓക്കെ, സോ നമുക്ക് ഇവിടെ പോയിന്റ്സിന് മാർക്ക് ചെയ്യാം. ഇവിടെ T കൊടുത്തു, R കൊടുത്തു. സോ നമുക്ക് ഇതിന് S എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് P എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാം. TR എഴുതി വെച്ചു ഓൾറെഡി. ഹൈറ്റ് ഓഫ് ട്രീ. SR എന്ന് പറഞ്ഞാൽ എന്താണ്? SR ഈസ് ലെങ്ത് ഓഫ് ഷാഡോ ഓഫ് എ ട്രീ when elevation is 35 ഡിഗ്രി. 35 ഡിഗ്രി മേൽക്കോണിൽ നിഴലിന്റെ നീളമാണ് SR. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PR ആണല്ലോ. 25 ഡിഗ്രി എലിവേഷൻ വരുമ്പോൾ ട്രീയുടെ ഷാഡോ എന്ന് പറയുന്നത് അതിന്റെ ഫൂട്ട് മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. സോ PR ഈസ് ലെങ്ത് ഓഫ് ഷാഡോ of the same tree when elevation is 25 degree. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ PR കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് PS കിട്ടിയാൽ മതി. ബിക്കോസ് നമുക്ക് ഓൾറെഡി SR എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്ന ക്വസ്റ്റ്യനെ ഒരു ഫിഗറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എത്ര റൈറ്റ് ട്രയാങ്കിൾസ് അവിടെ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് കാണാം TRS ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതുപോലെ TRP വേറൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതായത് ഈ ഫിഗറിൽ 2 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. സോ ആ 2 റൈറ്റ് ട്രയാങ്കിൾസും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ TRS ആണ്. എന്തുകൊണ്ടാണ്? ഈ ട്രയാങ്കിളിലാണ് നമുക്ക് ഒരു സൈഡ് അറിയുന്നത്. TRP എടുത്താൽ നമുക്ക് ഒരു സൈഡും അറിയില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ TRS ആണ്. കൺസിഡർ ട്രയാങ്കിൾ TRS.
TRS. ഈ ട്രയാങ്കിളിൽ നമുക്കറിയുന്ന അക്യൂട്ട് ആംഗിൾ 35 ഡിഗ്രി ആണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാണുമ്പോൾ ട്രീന്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാൻ കഴിയും. സോ tan 35 ഡിഗ്രി is equal to opposite side TR by adjacent side 10 ആണ്. So 10. tan 35 ഡിഗ്രി എത്രയാന്ന് ടേബിളിൽ നോക്കി എഴുതാം. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. 0.7002 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു TR by 10. അങ്ങനെയാണെങ്കിൽ TR കണ്ടുപിടിക്കാൻ പറ്റും. ഡിവൈഡ് ചെയ്ത് 10നെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 10 into 0.7002 is equal to TR. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 10നകത്ത് ഒരു സീറോയാണ് ഉള്ളത്. ഒരു ഡെസിമൽ പ്ലേസ് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. സോ നമുക്ക് എന്ത് കിട്ടും? 7.002 is equal to TR. ഓക്കെ, സോ TR ഹൈറ്റ് ഓഫ് ട്രീ ആണ് TR. TR is equal to 7.002. രണ്ട് ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതുക. സോ TR is equal to രണ്ട് ഡെസിമൽ പ്ലേസ് എഴുതുമ്പോൾ 0 വരുന്നത്. പിന്നെ ഉള്ളത് 2 ആണ്, 5നേക്കാളും കുറവാണ്. സോ നമുക്ക് TR അപ്രോക്സിമേറ്റ്ലി നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? 7 meters എന്ന് എഴുതാം. സോ therefore ഹൈറ്റ് ഓഫ് ട്രീ നമുക്ക് ഇപ്പോൾ കിട്ടി. ഹൈറ്റ് ഓഫ് ട്രീ is equal to 7 meter. സോ ഫിഗറിനകത്ത് ഇപ്പോൾ കിട്ടിയ TRന്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം 7 meter. സോ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോഴാണ് നമുക്ക് TRന്റെ ഹൈറ്റ് കിട്ടിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ TRP കൺസിഡർ ചെയ്യും. കൺസിഡർ ട്രയാങ്കിൾ TRP. അവിടെയും ആ ട്രയാങ്കിളിൽ നമുക്കറിയുന്ന അക്യൂട്ട് ആംഗിൾ 25 ആണ്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ടാൻ തന്നെയായിരിക്കും വരിക. മാക്സിമം ഒരു 99% ചാൻസും ടാനിനാണ്. ഓക്കെ, സോ tan 25 ഡിഗ്രി is equal to ഓപ്പോസിറ്റ് TR ആണ്. അത് നമുക്ക് 7 ആണ് അറിയാം. സോ 7 by അഡ്ജസെന്റ് സൈഡ്. ഈ ട്രയാങ്കിളിന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? PR ആണ്. ഓക്കെ, 7 by PR. ഓക്കെ, ഇനി നമുക്ക് PR കണ്ടുപിടിക്കണം. PR കാണണമെങ്കിൽ PR നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ആ സമയം tan 25 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, അതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ താഴെയുള്ള ഒരു ഇത് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത് താഴേക്ക് കൊണ്ടുപോകും. സോ PR is equal to 7 by tan 25 ഡിഗ്രി. 7 by tan 25 ഡിഗ്രി 0.4663 ആണ്. ഓക്കെ, ഇനി ഇത് രണ്ട് ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എഴുതാം. 7 by 0.4 ഒരു ഡെസിമൽ പ്ലേസ് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത 6 ആണ്. അപ്പൊ തൊട്ടടുത്ത നമ്പർ നോക്കണം, അതും 6 ആണ്. 5നേക്കാളും വലിയ നമ്പർ ആണ്. സോ 1 എന്ന നമ്പർ ഈ 6നോട് കൂട്ടുക. സോ നമുക്ക് 7 എഴുതാം. അങ്ങനെ 0.4663നെ റൗണ്ട് ചെയ്ത് 0.47 എന്ന് എഴുതാം. സോ രണ്ട് ഡെസിമൽ പ്ലേസ് ഡിനോമിനേറ്ററിലുണ്ട്. സോ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. So 7 into 100, 700 divided by 0.47 into 100, 47. Okay, ഇനി 700നെ 47 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 47 into 2 എന്ന് പറയുന്നത് 70യേക്കാളും വലിയ നമ്പർ ആയിരിക്കും. സോ നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 1 into 47, 47. 70 minus 47 ചെയ്യുമ്പോൾ we get 23. ഓക്കെ, ഇനി ഈ 0 നമ്മൾ എടുത്തെഴുതുന്നു. സോ 230 എന്ന് വരും. സോ നമ്മൾ 47ന്റെ ഏത് മൾട്ടിപ്പിൾ ആണ് 230യുടെ തൊട്ട് താഴെയുള്ളതെന്ന് നോക്കാം. 47നെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ what you get? 7 into 5, 35, 3. 4 into 5, 20. 20 plus 3, 23. 235 എന്ന് വരും. സോ അതെന്താ വരിക? 14 ആയിരിക്കും. ഓക്കെ, സോ 4 into 47. 5 ചെയ്യുമ്പോൾ 230യേക്കാളും വലിയ നമ്പറിലേക്ക് പോകും. സോ 4 ചെയ്യാം. 4 into 47. 4 into 7, 28. 2 ബാക്കി. 4 into 4, 16 plus 2, 18. ഓക്കെ, 230യിൽ നിന്ന് 188 മൈനസ് ചെയ്യാം. സോ 10 minus 8, 2. ഇവിടെ 12 ആകും. അപ്പോൾ 12 minus 8, 4. സോ 42 കിട്ടും. വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമുക്ക്
0 ഇടും. സോ നമ്മളിവിടെ പോയിന്റ് ഇടും. ഇവിടെ 420 എന്ന് കിട്ടി. സോ 47ന്റെ ഏത് മൾട്ടിപ്പിൾ ആയിരിക്കും 420യുടെ അടുത്ത് വരിക? 47 into 9 ചെയ്യുമ്പോൾ നമുക്ക് 423 ആ കിട്ടുക. 420നേക്കാളും വലിയ നമ്പർ ആവും. സോ 8. 8 into 47 376 കിട്ടും. സോ 10 minus 6 4, 11 minus 7 4. സോ 44 ബാക്കി. 420 minus 376 44. വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഒരു 0 കൂടി ഇടുന്നു. സോ നമുക്ക് 9 വരും. സോ 14.89. ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട 2 ഡെസിമൽ പ്ലേസ് എങ്കിലും കിട്ടിയാൽ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടും. സോ 14.8 എന്ന് തന്നെ എഴുതും. ഓക്കെ. സോ 14.8 മീറ്റർ ആണ് PR കിട്ടുക. അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇതിനെ റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് 15 എന്നും എഴുതാം. സോ വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 25 degree, the length of the shadow would be 14.8 meter. PR ആണ് length of shadow of the tree when elevation is 25 degree. Okay. Therefore, when the sun is at an elevation of 25 degree, the length of the shadow would be 14.8 meters.